വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞങ്ങളിത് പാക്കൊക്കെ ചെയ്ത് ഒരിടം വരെ പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ ചെന്നൈ ട്രിപ്പ് ഇന്നാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അജയ് ചേട്ടൻ ആൻഡ് ഇങ്കി അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഓർത്തത്, അതായത് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റിങ്കു നിഖിലും ഇവിടുന്ന് ജോയിൻ ചെയ്യാനുണ്ട്. പിന്നെ അഞ്ചേച്ചി അഖിലേട്ടന് നമ്മളുടെ ചങ്ക് ബഡീസ് അവർ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. സോ നമ്മൾ ഇത്രയും പേര് കൂടിയിട്ട് ലോങ് വീക്കെൻഡ് ആണല്ലോ, ഞങ്ങൾക്ക് മൺഡേ ലീവാണ്. അപ്പം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ചെന്നൈ പോയിട്ട് ഒട്ടുക്കത്തെ ചൂടാണെന്നാണ് കേട്ടത്, പക്ഷേ നമ്മൾ അങ്ങോട്ട് പൊളിക്കാം, അതാണ് പ്ലാൻ. സോ ആ ഒരു ചെന്നൈ സീരീസാണ് ഇന്ന് തുടങ്ങാൻ പോണേ. ഞങ്ങൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും, ഞാനും വൈഷും പിന്നെ നിഖിലും റിങ്കുവിൻ്റെയും കൂടെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റിങ്കു നിഖിലിൻ്റെ വീട്ടിലേക്ക് പോകണം. അവർ ഇലക്ട്രോണിക് സിറ്റി ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് 4 പേർക്കും കൂടി ചെന്നൈക്ക് പോകാം. ഒരു 6 hour ഡ്രൈവ് ആണെന്നാണ് തോന്നുന്നത്. വൈഷു ഒരു കോളിലാണ് കേട്ടോ, അതാണ് ഇങ്ങനെ തത്തി നടക്കണേ. വൈഷുവിന് കോളുണ്ട്, ഇന്നും വർക്കിംഗ് ആണ്. ഞാൻ ഇന്ന് ലീവാക്കി, കാരണം എനിക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവാണ്. വൈഷു വർക്ക് ചെയ്യാണ്. വൈഷുവിൻ്റെ വർക്ക് ഇപ്പോൾ തീരും. ഈ കോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ലീനാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഒരു 3-3:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് ചെന്നൈക്ക്, അതായത് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങണം എന്നാണ് ഞങ്ങൾ വിചാരിക്കണേ. അവരുടെ അടുത്ത് എത്തിയിട്ടിട്ട്, അതായത് ഞങ്ങൾ 4 പേരും കൂടി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് പോവാം. ആൻഡ് പോകുമ്പോൾ ഉള്ള വഴിയിലുള്ള കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഈ ഒരു 2 വ്ളോഗിൽ ഉണ്ടാവാൻ പോണേ. എനിക്ക് തോന്നുന്നു ഒരു 2 വ്ളോഗിലായിരിക്കും എന്ന്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? എവിടേക്കാണ് ഈ സ്ഥാപനവും ചങ്കമോ ഒക്കെ എടുത്തിട്ട് കേറുവോ വണ്ടിയില്? അപ്പോൾ അതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മളിതേ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് 33 minutes ഉണ്ട് റിങ്കു നിഖിലിൻ്റെ വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞു അടുത്താണെന്ന്, പക്ഷെ അടുത്തല്ല ഗൈസ്. അടുത്താണ്. കിലോമീറ്റർ എത്രയാ? 13 kilometers, പക്ഷെ 33 minutes എടുക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരുടെ കാറിലാണ് നമ്മൾ പോണേ. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ റിങ്കുമ്മ പറഞ്ഞിരുന്നു വെയിലൊന്ന് താഴട്ടെ എന്നിട്ട് പോവാന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈവേ വന്നിട്ടില്ലേ? ഇല്ലേ? നോർമൽ. അപ്പോൾ എത്ര മണിക്കൂർ എടുക്കും? ഓ എന്താ ആരാ പറഞ്ഞേ? അരുൺചേട്ടനെ പറഞ്ഞിരുന്നു ചെന്നൈക്ക് പോവാൻ നിങ്ങൾ ആ വഴി പോവുകയാണെങ്കിൽ KR പുരം വഴി, അല്ല അശ്വിനാ പറഞ്ഞേ. അവൻ പറഞ്ഞു KR പുരം പോയിട്ട്, അതായത് സിറ്റിനുള്ളിൽ കൂടെ പോയിട്ട് ചെയ്യണമെന്ന്. ഞാൻ വിളിച്ചോളാം. അപ്പം എന്തായാലും നമ്മൾക്ക് ആ ഒരു ഹൈവേ വന്നിട്ടുണ്ടല്ലോ റീസെൻ്റ്ലി, ബാംഗ്ലൂർ ചെന്നൈ കണക്ടിവിറ്റി. പക്ഷെ അതെടുക്കണമെങ്കിൽ നമ്മൾ KR പുരം പോയിട്ട്, അതായത് സിറ്റിനുള്ളിൽ കൂടെ പോയിട്ട് എടുക്കണം. അപ്പോൾ അത് നമുക്ക് നല്ല പണിയാണ്. അതുകൊണ്ട് നമ്മൾ നോർമൽ റൂട്ട് എടുക്കണം. അപ്പോൾ ഒരു 7 മണിക്കൂർ എടുക്കും ചെന്നൈ എത്താൻ. നമ്മളാണെങ്കിൽ പോകുന്ന വഴി കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഫുഡ് അടിയാണ്. വാണിയമ്പാടി ബിരിയാണി ഇവിടുത്തെ അരുൺചേട്ടൻ പറഞ്ഞതാണ്. വാണിയമ്പാടി ബിരിയാണി ട്രൈ ചെയ്യണം. സ്റ്റാർ ബിരിയാണി അവിടുത്തെയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഫുഡ് കഴിക്കാൻ. കം ഓൺ, ലെറ്റ്സ് ഗോ ബോയ്. അങ്ങനെ ഞങ്ങളിത് റിങ്കുവിൻ്റെ നിഖിലിൻ്റെ അടുത്ത് എത്തി. ഇനി ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്. ഇവരെ ഞങ്ങൾക്ക് ഒരു 8 കൊല്ലമായിട്ട് അറിയാം കേട്ടോ. നമ്മൾ എക്സ് കൊലീഗ്സ് ആണ്. ജ്യൂസ് ഒക്കെ റെഡി. ഓ മൈ ഗോഡ് റിങ്കുമാ, സത്യം കേട്ടോ. എനിക്കും വേണം ടീഷർട്ട്. എവിടെ നിന്നാ അതോ? രസമുണ്ട്. എവിടെ റിങ്കുമ്മ? വേറെ റിങ്കുമ്മ? റിങ്കുമ്മയുടെ സ്വന്തം കൈപ്പടയിൽ രചിച്ച ഒരു സാധനമാണിത്. ഉള്ളല്ലോ. റിങ്കു ഒരു കിഡിലും കുക്കുവാണ്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളിക്കാരി അടിപൊളിയാണ്. അത് പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയ ഡ്രീം ക്യാച്ചറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് നാളായി ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തിട്ട്. എല്ലാം പോയി. എന്നാണ് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം മുന്നേ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ഞാൻ റിങ്കുമ്മേടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഡ്രീം ക്യാച്ചർ വേണമെന്ന്. കാരണം എനിക്ക് പ്രാന്താണ് ഡ്രീം ക്യാച്ചേഴ്സ്. അപ്പൊ ഇത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അയ്യോടാ, താങ്ക് യു സോ മച്ച്. ഞാൻ കൊച്ചിനോട് എന്നോ പറഞ്ഞിരുന്നു ഒരു ഡ്രീം ക്യാച്ചർ വേണമെന്ന്. അയ്യോടാ, ഞാൻ ഓർത്തില്ല. ഭയങ്കര രസമുണ്ടാ, നല്ല കളറും, വെരി ബ്യൂട്ടിഫുൾ. ഞാൻ പൊളി. കേക്കോ? ഓ പൊളി. ഇത് നീ ഒരിക്കലും നമുക്ക് ഉണ്ടായി തന്നിട്ടില്ലേ നമ്മളിവിടെ വന്നപ്പോ? അല്ല അത് അമ്മയായിരുന്നു. അല്ല ആന്റിന്റെ അല്ലേ അത്?
കണ്ടിട്ട് മനസ്സിലാവേണ്ട റിച്ച് ഫെല്ലോ ആണെന്നത്. കട്ട് ചെയ്തോ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ പുള്ളിക്കാർ ഒരു അടിപൊളി കുക്കാണെന്ന്. ഡെസേർട്ട്സ് മാത്രമല്ല കേട്ടോ, നല്ല കിഡിലിനായിട്ട് നാടൻ ടേസ്റ്റുള്ള കറികളൊക്കെ വെക്കും. എനിക്കത് കുറച്ച് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പൊളി പൊളി. കിഡിലും സാധനട്ടോ. അങ്ങനെ കുറച്ച് ബ്രൗണിയൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു 4:30 ആയപ്പോഴത്തേക്കും നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഡ് ട്രിപ്പിന്. കുഞ്ഞാന്റെ കുപ്പി എന്തിയേ? ഞങ്ങൾ 4 പേരും കൂടി മുന്നേയും ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ. അത് കണ്ണൂർക്കായിരുന്നു, നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ. അത് ഭയങ്കര രസമായിട്ടുള്ള റോഡ് ട്രിപ്പ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ ചോദിച്ച് പോവാന്ന് പറഞ്ഞ കഴിച്ച് പോവാന്നുള്ളതായിരുന്നു. അത് തന്നെ സ്റ്റീഫൻ നെടുവള്ളിയുടെ അച്ഛനാര്. അതിൽ എംപുരാനിലല്ല ലൂസിഫറിൽ തന്നെ പറയുന്നുണ്ട്. ശരിക്കും ആലോചിക്ക്. അല്ല എടാ ഇത് ലൂസിഫറിൽ പറയുന്നുണ്ടോ? ആ കിട്ടിയോ? ആൻസർ കിട്ടിയോ കുഞ്ഞു? നല്ല കൊടംപുളിയോ? അല്ല വൃത്തിക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും കുഞ്ഞു. ഇല്ല ഞങ്ങൾക്ക് പറയണം പ്ലീസ്. ഞങ്ങൾ പറയൂ പ്ലീസ്. ആടാ പറടാ. ഡയലോഗ് എന്താ? പറയല്ലേ അപ്പൊ പോന്ന് പറയണില്ലേ? ഈ പോ ആരാ? പോവാണ് എങ്ങനെയുണ്ട്? അത് വളരെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ഇങ്ങനത്തെ കൊറേ ഉണ്ട്. എടുക്കട്ടെ എടാ, ഇങ്ങനത്തെ കൊറേ ഉണ്ടാ. എടാ ഇല്ല, നീ അറിയാൻ ഞങ്ങൾ ആരോട് ചോദിക്കും? ശരി, ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഉറുമ്പും തിമിംഗലവും കൂടിയിട്ട് ഒരു ഉറുമ്പും തിമിംഗലവും കൂടി അടി പിടിക്കുകയായിരുന്നു. ഉറുമ്പ് ജയിച്ചു. എങ്ങനെ? എന്താണിത്? എടാ പറയടാ, ഉത്തരം പറയടാ. കിട്ടിയാ? ശരി, ഞാൻ പറയുന്നതാണ് ഉത്തരം. തിമിംഗലത്തിന് എന്താ പറയാ? വെയിൽ. അപ്പൊ ഉറുമ്പ് സൺസ്ക്രീൻ ഉണ്ട്, വെയിലടിച്ചോണ്ട് ഏറ്റില്ല. ഇങ്ങനെ ചളി പറഞ്ഞ ആൾക്കാരെ സൂചിപ്പിക്കുമ്പോ എനിക്ക് എന്താ, ആൾക്കാരെ വെറുപ്പിക്കുമ്പോ എനിക്ക് എന്തൊരു സുഖമായിരുന്നു. ഒന്നും അറിയില്ല. ഏച്ചി പടം നാളെ ഉണ്ടല്ലോ ഇവിടെയാണ് നിങ്ങൾ. അപ്പോൾ നമ്മളൊരു 7 മണിയായപ്പോഴത്തേക്കും കൃത്യം ഇവന് വിശന്ന് പൊരിഞ്ഞ് നമ്മളിവിടെ അഹമ്മദിയ ബിരിയാണി സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ചേട്ടാ ഇടിച്ചത്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കതിന് ഡിന്നർ കഴിക്കാം, ഒരു ഏർലി ഡിന്നർ. എടാ അവന്റെ കൊക്കപ്പുഴ വെച്ചിട്ട് നമുക്ക് കുറച്ച് നാൾ പറയാം എനിക്ക് വിശക്കുന്നേന്ന് പറയാം. അതിനെന്ത് ചെയ്യും? കിടത്തി ഉറക്കിയാലോ? പിറ്റ് സ്റ്റോപ്പാണ് എന്താ. അപ്പോൾ നമുക്ക് ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ. വൈഷു കുറേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചതിൽ ഇത് ഒരു പ്രധാന സ്ഥലമാണ് ബിരിയാണി കഴിക്കാൻ, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. സോ നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ, നോമ്പ് തറാക്കിയല്ലേ, നല്ല തിരക്കുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ ഒരു വാണിയമ്പാടി ബിരിയാണിനെ കുറിച്ച്. ആ സ്ഥലമാണ് കേട്ടോ ഇത്, വാണിയമ്പാടി അഹമ്മദിയ. ആരോ നമുക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്ത് വെച്ച പോലെ. എനിക്കിപ്പോ കയറി ഇരുന്നേ. മെനുവിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ബിരിയാണി ഓർഡർ ചെയ്തു. അതിനാണല്ലോ മെയിൻലി നമ്മൾ വന്നത്. മട്ടൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തേ നോക്കിയിരിക്കണേ? അതിനൊന്ന് തൊഴുതിട്ട് ചെയ്യാന്ന് വിചാരിച്ചാണോ? നമ്മൾ ഓർഡർ ചെയ്ത മട്ടൻ കീമ ആൻഡ് സീലോൺ പൊറോട്ട അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ മട്ടൻ റിബ്സ് അത്ര പോരായിരുന്നു, ഭയങ്കര ഉപ്പുള്ള പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. പക്ഷെ അവിടുത്തെ ബിരിയാണി അന്നത്തെ പ്രശ്നമായിരുന്നോ എന്നറിയില്ല, ഞങ്ങൾക്ക് ആർക്കും തീരെ ഇഷ്ടമായില്ല. അതിന്റെ സങ്കടം മാറ്റാൻ ഒരു ഫലൂദയും കൂടി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കിഷ്കിന്ദ കാണ്ടോ കഴിഞ്ഞ് ഞാൻ എന്താ പറയാ വെച്ചിട്ടൊരു കാക്ക
എടാ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവണോ? ചെമ്മീൻ ഒരു സിനിമ വരാൻ പറ്റും, ഈ കാക്കാന്നൊരു സിനിമ ഒന്നുകൂടെ. എന്താണ് ഇത്? കാക്കിയൊന്നും ഒരു വിലയില്ലേ? കുഞ്ചുമ്മനക്കളെ കാല്ലേ കുസൃതി ഇല്ലേ? അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ സിനിമ പേര് കളിയാൽ കഴിഞ്ഞ് നല്ലൊരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പി കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട. ഞാൻ എന്താണ് പാമ്പ് വിഴിഞ്ഞ പോലെ ഇപ്പം എൻ്റെ അവസ്ഥ. ഡിന്നർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു സൈഡായിട്ടുണ്ടായിട്ടോ, കാരണം പാമ്പ് വിഴിഞ്ഞ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്തിനാണ് ഇത്ര കഴിച്ചതെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചു. നമ്മൾ അയച്ച ഹാഫ് ആൻ അവറിൽ എത്തും. നമ്മള് ഇനി മനസ്സിലാകാത്ത ഇനി തിരിച്ചു പോവോ മനുഷ്യൻ? നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്റെ പറപ്പിക്കലനുസരിച്ചിട്ട് ഒരു മണിക്കൂറിൽ. ഇനി നമ്മളുടെ കഥാ തിരക്കഥാ സെഷനാണ് കേട്ടോ. ഞാൻ പറയുന്നേക്ക്, ഞാൻ ഇന്റർനാഷണൽ ഡൗൺ ആയത് ബിസ്ക്കറ്റ് കച്ചവടത്തിലാണ്. ആൾക്കാരുടെ വിചാരം ഞാൻ ഈ കറാച്ചി ബിസ്ക്കറ്റ് വിറ്റാണ് പേര് വന്നത്. പക്ഷെ ആക്ച്വലി ഇത് സ്വർണ്ണ ബിസ്ക്കറ്റ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. 5.5 മണിക്കൂറിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ച നിഖിലിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ലൊരു കിടുക്കാച്ചി ഡ്രൈവിന് ശേഷം എത്തിയിരിക്കുകയാണ് അവരുടെ വീട്ടിൽ. ഇനി പോയിട്ട് അവരെ കാണട്ടെ, നമ്മുടെ ലഗേജൊക്കെ എടുക്കട്ടെ. സോ നമുക്കിനി മുകളിൽ പോയിട്ട് കാണാം. ഇനി 3 ദിവസം 4 ദിവസം ഇവിടെ തന്നെയാണ്. നമ്മൾ ട്യൂസ്ഡേ ആണ് തിരിച്ചു പോകുന്നത്. സോ എക്സൈറ്റഡ് ഫോർ ദ ടൈംസ് അഹെഡ്. ഇപ്പോൾ നമുക്ക് കുറേ ഇതൊക്കെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, എംപുരാൻ ഒന്നുകൂടി കാണുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പം നമുക്ക് പോവാം. അയ്യന്റെ മോനെ കറാച്ചി അബ്രാൻ നടക്കുക. ഓ വന്നോ? എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് ചേഞ്ചസ് തീരെ ഇഷ്ടമല്ല, എസ്പെഷ്യലി നല്ലതല്ലാത്ത ചേഞ്ചസ്. 2024 നവംബറിലാണ് ഇവർ ചെന്നൈയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണേ. അത് തൊട്ട് ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമായിരുന്നു. 3 മാസമായി ഞങ്ങൾ ഇവരെ കണ്ടിട്ട്. ഞങ്ങൾ ഒരേ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാ ആഴ്ചയും ഞങ്ങൾ കാണുമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണുന്നതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ദ ഫാക്ട് ദാറ്റ് കുറച്ച് നാൾ ഇവരോട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ എന്നെ ഫാസിനേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ബാംഗ്ലൂർ വീട് പോലെ തന്നെയുള്ള ഒരു ലേ ഔട്ടിലെ ഫ്ലാറ്റിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. ഏകദേശം എക്സാക്ട് സെയിം ലേ ഔട്ട് ആൻഡ് അതുപോലെ തന്നെ ഈ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അവർക്ക് അത് അത്ര മിസ് ചെയ്യാണ്ടിരിക്കാൻ, എന്നാലും സ്വന്തം വീട് മിസ് ചെയ്യും ഓഫ് കോഴ്സ്, പക്ഷെ അത്രയും മിസ് ചെയ്യാണ്ടിരിക്കാൻ അവർ നല്ലോണം പാടുപെട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യണം എനിക്കറിയില്ല. നമ്മളുടെ റെന്റ് ഫ്ലാറ്റ് ആദ്യത്തെ 1707 വന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ഒന്ന് ഫ്രഷനപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളുടെ കാർഡ് ഗെയിംസ് കളിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ കളിക്കാത്ത ബോർഡ് ഗെയിംസും കാർഡ് ഗെയിംസും ഏകദേശം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ നേരം ഗെയിംസ് കളിച്ച് ഒരു 3-4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഇന്നലെ രാത്രി വന്ന് കയറിയോണ്ട് ഈ വ്യൂ ശരിക്കും കാണാൻ പറ്റിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പകൽ സമയത്ത് കാണാൻ. നല്ലൊരു ബാക്ക് വാട്ടേഴ്സിന്റെ വ്യൂ ആണ്. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കടലും കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.